ഗായ്സ് വെൽക്കം ബാക്ക് ടു ജഹാന വ്ലോഗ്സ്. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന മിനി ഇൽമിലി ചെയ്ത് നോക്കാം. ഇൽമിനി അല്ല, ഇൽമിലി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പുളി ഉണ്ടാവുമല്ലോ, കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പുളി, അതായത് ഈ ടൈപ്പ് ഓഫ് പുളി നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചധികം പുളിയൊക്കെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇമിലിക്കേണ്ട പുളി എടുക്കാം. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇമലി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഇമലിയുടെ ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഇതിനുള്ളത്. ഒരു ജസ്റ്റ് ഒരു ഇമലിയുടെ അത് വരുന്നൊരു ടെക്സ്ചർ. സോ നമുക്കിപ്പോൾ ഞാൻ ഇത്ര പുളിയാണ് ഇട്ടെടുത്തുള്ളത് കേട്ടോ. കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ടുള്ള പോലെ തോന്നുന്നു, പക്ഷേ റിയാലിറ്റി കാണുമ്പോൾ വലുതായിട്ടുണ്ട്. സോ നമുക്ക് ഈ സാധനം കുറച്ച് വെള്ളം ഒഴിക്കേണ്ടത്, കുറച്ചധികം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ട് കേട്ടോ, അത് നമ്മൾ കാര്യമാക്കണ്ട. പക്ഷെ നമുക്ക് ഈ പുളി ഒന്നും ഇതിൻ്റെ അകത്തൊന്നും ഇതുപോലെ ചെയ്തെടുക്കാം. കഴിക്കാൻ പറ്റുന്ന പുളിയായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പുളി ജസ്റ്റ് ഒന്ന് പിഴിയാം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ അണ്ടീസാനെ കുറച്ചായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഇത്രയും വെള്ളം മാത്രം മതി. അതിൻ്റെ അകത്തോട്ട് നമ്മൾ പുളി എടുത്തിട്ട് മിക്സ് ഫുള്ള് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു ഇമലിയുടെ ടെക്സ്ചറൊക്കെ വന്നു കണ്ടിട്ടല്ലോ. നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ മിക്സ് ചെയ്ത്. എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല എക്സാം ടൈമൊക്കെയാണ് കേട്ടോ. സോ നമുക്കിപ്പോൾ ഇമലി ഈ ഒരു ടെക്സ്ചറിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അത് ഈ ഒരു ടെക്സ്ചർ എത്തി എന്ന് നമ്മൾക്ക് ഉറപ്പാക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കൈ വയ്ക്കുന്ന കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഉപ്പ്, മുളക് ഇതൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് അവിടെ എടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. സോ നമുക്ക് 1 ടേബിൾ സ്പൂൺ, എത്രയുള്ളൊരു പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 more tablespoon ലൈക്ക് ദിസ്. സോ നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിരുന്നു. അതിനുശേഷം നമുക്ക് പഞ്ചസാര പാത്രം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇതെന്ന് വെച്ചാൽ ഞാനിട്ട് പറയണ്ടല്ലോ, കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ ഉപ്പിടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല, എൻ്റെ വിഷ്വൽസ് എല്ലാം ബ്ലറിഡാണ്. കുറച്ച് ഉപ്പ് മതി, 1 ടേബിൾ സ്പൂണിലേക്ക് കുറവ്, ഒരു നുള്ള് ഇത്ര ഉപ്പ്, ഇത്രയും മുളക് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ക്യാമറ അത്രയ്ക്കാണ് ശരിയല്ല, ഇത്രയും മുളക് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്കിനി കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. സോ ഇത്രയും മുളക് പൊടിയാണ് ഞാൻ അവിടെ എടുക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്ത് നമുക്കുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എൻ്റെ ക്യാമറയുടെ വിഷൻ അത്ര ശരിയല്ല, അതുകൊണ്ട് വ്ളോഗൊക്കെ ഒരു രസമില്ലാതെ വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ നമുക്കാണ് നമ്മൾ പാത്രം എടുത്തൊക്കെ ഇപ്പോഴത്തെ മുളകുപൊടിയിലെ പോയത് അമ്മേനെ കുഞ്ഞിനെ. നമുക്ക് മുളക് ടിന്നും എടുത്ത് വെക്കാം, ടിന്നും എടുത്ത് വെക്കാം. എടുത്ത ഉപ്പ് ടിന്ന് ഈ ഷേപ്പിലുള്ളതല്ല, ഉപ്പ് ടിന്ന് അങ്ങോട്ടേക്കൊരു ഓടായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. നമുക്കിനി ഇതൊന്ന് മിക്സ് ആസ് വെൽ ഹൗ മച്ച് യു ക്യാൻ. ഇത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇമലി അല്ല, ഇമലിയുടെ ഒരു ടെക്സ്ചറും ടേസ്റ്റ് ഇതൊരു ഹാഫിൻ്റെ ഹാഫ് വരുന്നു. ഒരു സാധനമാണ് പൂർണ്ണമായിട്ട് തന്നെ ഇമലി എന്ന് വിളിക്കാൻ കഴിയില്ല. കണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് സാധനം ഉള്ളത്. പഞ്ചസാര എല്ലാം കൂടെ ആണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ നല്ലൊരു ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സാധനം മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവും പുളിയല്ലെങ്കിൽ നല്ല മധുരം പെട്ടെന്ന് ആഴം തന്നെ എടുത്തപ്പോൾ നമുക്ക് വന്നത് നല്ലൊരു ഏരിയയായിരുന്നു. ആ ഏരിയ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻ വന്നത്. അതിനുശേഷം നമ്മൾ കഴിച്ചപ്പോൾ അതൊരു പഞ്ചസാരയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടണൂടെ അടിക്കുക. നമ്മുടെ നൊസ്റ്റാൾജിക് ഇവനിക്ക് വേണ്ടി. ബൈ ബൈ.